നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ചൂടുകാലമായതിനാൽ ചീര, വെണ്ട അങ്ങനത്തെയുള്ള കൃഷികളൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ഇവിടുത്തെ ടെറസിൽ കുറച്ച് വളർത്തുന്ന സുന്ദരി ചീരകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ കൃഷികളും പരിചരണവും എന്നൊക്കെ. പേര് പോലെ തന്നെ വളരെ സുന്ദരികളുമാണിവ. സാധാരണ ചീര വെച്ച് നോക്കുമ്പോൾ കേടുപാടുകളൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അല്ലേ. വിവിധയിനം ചീരകൾ ഇപ്പോൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്നാണ് സുന്ദരി ചീര. ചീരയിലെ പുതിയ തരംഗം. ഇത് നാട്ടിൽ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. രേണുശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരം ചീരയാണിത്. കാഴ്ചയിൽ വളരെ മനോഹരമായ ഇവയ്ക്ക് തണ്ടുകൾക്ക് പർപ്പിൾ കളറും ഇലകൾക്ക് പച്ച നിറവുമാണ്. പച്ചച്ചീരയുടെ ഇനത്തിൽപ്പെടുന്ന ചീര തന്നെയാണ് ഇതും. ചുവന്ന ചീരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് കേടുബാധകൾ തീരെ കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. പച്ചച്ചീരയ്ക്ക് ചുവന്ന ചീരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. ധാരാളം വൈറ്റമിൻസും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് ചീര. വൈറ്റമിൻ എ, സി, വൈറ്റമിൻ കെ, അതുപോലെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ചീരയിൽ. ഫ്ലാവനോയ്ഡ്സുകളാൽ സമ്പുഷ്ടമാണ്. ആൻറ്റി ഓക്സിഡൻസ്, ബീറ്റാ കരോട്ടിൻ ഇവ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനത്തിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാം ചീര നല്ലതാണ്. ചൂടുള്ള സമയങ്ങളിലാണ് ഇവിടെ ചീര നന്നായി തഴച്ചു വളരുന്നത്. നാട്ടിൽ മഴക്കാലത്തും എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചൂട് സമയത്താണ് ചീര നന്നായിട്ട് വളർന്നു കാണുന്നത്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു വിളയാണ് ചീര. പക്ഷേ ഇവിടെ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും ചീരയുടെ ആ കളറെല്ലാം ചിലപ്പോൾ മാറാറുണ്ട്. ചൂടിൻ്റെ ആധിക്യത്താലാണത്. അപ്പോൾ തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. പ്രധാനമായും പുഴുക്കളും അതുപോലെ ഇലപ്പുള്ളി രോഗവുമാണ് ചീരയെ ബാധിക്കാറുള്ളത്. സ്യൂഡോമോണാസ് കൈവശമുള്ള സമയങ്ങളിൽ ആദ്യമേ അത് വിതറിയതിനു ശേഷമായിരുന്നു വിത്തുകൾ ഇടുന്നത്. ഇപ്പോൾ അതിൻ്റെ കൈവശമില്ലാത്തതിനാൽ അത് ഉപയോഗിക്കാറില്ല. വിത്തുകൾ പാകി 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുളച്ച് കിട്ടാറുണ്ട്. അത് ഞാൻ പിന്നീട് പറിച്ചു നടാറില്ല, ഇങ്ങനെ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാനിനുള്ളിൽ ഒരു കാട് പോലെ തന്നെ ഇത് വളർന്നു വരാറുണ്ട്. തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വിളവെടുക്കുവാനും എളുപ്പമുണ്ട്. കാഴ്ചയ്ക്കും വളരെ മനോഹരമായി തോന്നാറുണ്ട്. 1-1.5 ആഴ്ച വ്യത്യാസത്തിൽ വിളവെടുക്കുവാനും സാധിക്കുന്നുണ്ട്. നടുന്ന സമയങ്ങളിൽ ഞാൻ അടിവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ ആണ് ഉപയോഗിക്കാറുള്ളത്. ഇത്തവണ ആട്ടിൻകാഷ്ടമാണ് ഉപയോഗിച്ചത്. പിന്നെ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അത് നല്ലതാണെന്ന് പറയുന്നു. നാട്ടിലിപ്പോൾ എല്ലാവരും ഗോമൂത്രം ലയിപ്പിച്ചാണ് ചീരയ്ക്ക് കൊടുക്കാറുള്ളത്. അതിവിടെ ലഭ്യമല്ലാത്തതിനാൽ ഞാനിവിടെ ഫിഷ് അമൈനോ ആസിഡാണ് അധികമായി ഉപയോഗിക്കുന്നത്. ചീരകൃഷി നല്ലൊരു വളമായിട്ടാണ് എനിക്ക് ഫിഷ് അമൈനോ ആസിഡ് തോന്നിയിട്ടുള്ളത്. അത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒരിക്കലൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. പുഴുക്കൾക്കെതിരെയും അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗത്തിനെതിരെയും ഒക്കെ ആയിട്ട് മഞ്ഞൾ, പാൽക്കായം, അതുപോലെ സോഡാപ്പൊടിയും ഒക്കെ ചേർന്ന മിശ്രിതമാണ് ഞാൻ തളിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക. പിന്നെ ഉപയോഗിക്കാറുള്ളത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. പുഴുക്കൾ ധാരാളം ഉള്ളപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടി വരാറുള്ളത്. പ്രത്യേകിച്ചും തണുപ്പുള്ള സമയങ്ങളിൽ. ചൂടുള്ള സമയങ്ങൾ അധികം പുഴുക്കളെ കാണാറില്ല. പിന്നെയുള്ളൊരു മറ്റൊരു പ്രശ്നം കളകളാണ്. ചെടികളുടെ ഇടയിലൂടെ കളകൾ ധാരാളം വളർന്നു വരാറുണ്ട്. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കി പറിച്ചു മാറ്റുകയാണ് ചെയ്യാറ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചീര നനയ്ക്കുന്നതാണ്. ഇവിടെ ഒരു നേരം മാത്രമേ ഞാനിപ്പോൾ നനച്ചു കൊടുക്കാറുള്ളൂ. വൈകുന്നേരം മാത്രമാണ് നനയ്ക്കാറുള്ളത്. ചൂട് കൂടുന്നതനുസരിച്ച് നന ക്രമീകരിക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ കമ്പോസ്റ്റും മുട്ടത്തൊണ്ട് പൊടിച്ചതുമെല്ലാം അടിവളമായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. ചുവന്ന ചീര നടുമ്പോൾ അവയ്ക്കൊപ്പം പച്ചച്ചീരയും കൂടെ നടുകയാണെങ്കിൽ കീടബാധകൾ കുറഞ്ഞു കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ എൻ്റെ സുന്ദരി ചീര കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു കൃഷി വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ.